ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് സുദർശന ചക്ര. രാജ്യത്തെ എല്ലായിടങ്ങളിലും ഒരു സുരക്ഷാ കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പദ്ധതി 2027 ആദ്യ പരീക്ഷണത്തിൽ ഒരുങ്ങുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ ഇസ്രയേലും കൈകൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു പദ്ധതിക്ക് കീഴിൽ വിവിധ സംവിധാനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ റഷ്യയുടെ S-400 വരാനിരിക്കുന്ന S-500 അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടേക്കാണ് ഇപ്പോൾ ഇസ്രയേലും അവരുടെ സംവിധാനങ്ങളുമായി ഇതിൽ അണിചേരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദില്ലിയും മുംബൈയും അടക്കം രാജ്യത്തെ പ്രധാന വൻ നഗരങ്ങളും മറ്റിടങ്ങളിലും അതിർത്തി സംസ്ഥാനങ്ങളിലുമെല്ലാം സുരക്ഷാ സംവിധാനമാണ്. അതായത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വരുന്ന ഏതൊരാക്രമണത്തെയും നൊടിയുടയ്ക്കുള്ളിൽ തകർക്കാനും തടയിടാനും കഴിയുന്ന ഒരു വലിയ സംവിധാനം. അതായത് ഇസ്രായേലിന്റെ അയൺ ഡോമിനൊക്കെ സമാനമായിട്ടുള്ള, അമേരിക്കയുടെ താഡിന് സമാനമായിട്ടുള്ള, ഇത് പക്ഷെ കുറച്ചുകൂടി വിപുലമായ ഒരു രാജ്യത്തിന് മുഴുവൻ ഒരു സുരക്ഷാ കുട നൽകുക, ഒരു തേനീച്ചക്കൂടിന്റെ രൂപകൽപ്പനയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഷഡ്ഭുജാകൃതിയിലുള്ള ഇന്റർലോക്കിംഗ് കവറേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ളതാണ് ഇതിലേക്കാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള ഡെംസ്ലിംഗ്, ഒപ്പം തന്നെ ആരോ പോലെയുള്ള സംവിധാനങ്ങളും അയൺ ഡോമിന്റെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയും കൈമാറും. ഒപ്പം തന്നെ ആന്റി ഡ്രോൺ വലകൾ, ഒപ്പം തന്നെ ഇവയൊക്കെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന്റെ വേഗത ഇരട്ടിയാക്കാൻ കഴിയുന്ന കോമ്പാക്ട് ലേസർ ഗൈഡഡ് പ്രൊജക്ടൈലുകൾ, ഇതെല്ലാം ഇസ്രായേൽ ഇതിനു വേണ്ടി നൽകും. കാരണം ഇങ്ങനെ ഒരു പദ്ധതി വലിയ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്കുള്ള പ്രതീക്ഷ മറ്റൊന്നുമല്ല, ഇത് ഒരു വലിയ കച്ചവട സാധ്യത ഉള്ള ഒരു വലിയ സുരക്ഷാ കവചമായി മാറും എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലും സംശയമൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. റഷ്യ ഓൾറെഡി ഈ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ പദ്ധതികൾ ചേർത്തൊരുക്കിക്കൊണ്ട് ഇന്ത്യയുടെ DRDO ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. അതിൽ വിവിധ ഘടകങ്ങൾ യോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഒരു വലിയ വിപണന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.